അസ്സലാമലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. എല്ലാവർക്കും ഈ ദുനിയാവിലുള്ള സകല ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ കഴിയുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കാരണം വെച്ചാൽ എല്ലാവരും പടച്ചവൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും തട്ടിപ്പുകാർക്കും പ്രചോദനം കൊടുക്കുന്ന നമ്മുടെ മലയാളികൾ കേട്ടോ. മലയാളികളാണല്ലോ, എല്ലാവരും ആണല്ലോ. അതായത് സ്വത്തും പണം ഉള്ളവർ, ഇട്ടുകൊണ്ട് നടക്കാൻ, ആഡംബരം കാണിക്കാനും ഉള്ളവർ. കാരണം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുത്ത ഒരു അനുഭവം. എന്തോ വിഷയമുണ്ട്, ഇപ്പൊ ഒരു പുതിയ സൂചി കിട്ടി, ഞാൻ ഇതിനകത്ത് ഇട്ടതാണ്. എന്തോ എന്താ വിഷയം? ഇനി ഞാൻ തയ്ക്കാൻ നിൽക്കുന്നില്ല ഈ മിഷീൻ്റെ അകത്ത്. ചുമ്മാ അല്ല, നിനക്ക് സൂചി മൊത്തം ഒടിഞ്ഞു പോയത് കേട്ടോ. അതിപ്പോ ഞാൻ എന്റെ രണ്ടാമത്തെ സൂചി പൊടിഞ്ഞത്. എന്താ സംഭവം? സൂചി ഇങ്ങനെ ഒടിയുന്നത്? പൊന്നു മക്കളെ, തുണി തയ്ക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോഴത്തേക്കാണ് സൂചി പട ഒടിയുന്നു. ഈ സൂചി ഇങ്ങനെ പട ഒടിയുന്നത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും മിഷൻ ഇനി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് തയ്ക്കാനായിട്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ കഥ ബാക്കി തുടരാം. അങ്ങനെ ഞങ്ങൾ കാരണം വേറൊന്നുമില്ല, ഞങ്ങൾ ഈയിടെ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവുകയാണേ. അതായത് കഴിഞ്ഞ ഇപ്പോൾ ഈ ഉണക്ക് സമയം, നല്ല ഉണക്കിൻ്റെ ആ സമയത്ത്, മാസം കൃത്യമായിട്ട് ഓർമ്മയില്ല, ഉണക്ക് സമയത്ത് ഞാനും എൻ്റെ മരുമോനും കൂടെയാണ്. ഞാൻ അപ്പോൾ ഈ പയർ, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പയർ പറിക്കാൻ. അപ്പോൾ ഈ തോട്ടപ്പയർ എന്ന് പറഞ്ഞ ഒരു സൈസ് ഇത്ര നീളമല്ല, കറുത്തൊരു സൈസ് പയറുണ്ട്. ആ പയറിന് 1 കിലോയ്ക്ക് 1600 1800 രൂപ വരെ 1 കിലോയ്ക്ക് പറിച്ചുണക്കി കൊടുത്തപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അങ്ങനെ കിട്ടി. അപ്പോൾ ഈ വർഷം അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പയർ പറിക്കാനായിട്ട് പോയി. തോട്ടപ്പയർ പറിക്കാനായിട്ട്. എണ്ണപ്പനയിലൊക്കെ ഇങ്ങനെ പയറുകൾ ഇഷ്ടംപോലെ കായ്ച്ചു കിടക്കും. അങ്ങനെ പയർ പറിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ആട്ടോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കിളിമാനൂർ അങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പെണ്ണും പിള്ള, ഒരിത്തിരി ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത ഒരു പെണ്ണ്, എന്നാലും ഒരു 10-30 വയസ്സ് കാണുമായിരിക്കും. അവരിങ്ങനെ സ്കൂട്ടിയിൽ സ്കൂട്ടി ഓടിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ദൂരമായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് റിയാസ്, അവർ കണ്ടോ? അപ്പം ഞാൻ എൻ്റെ മരുമോനോട് പറഞ്ഞു, റിയാസ് അവർ കണ്ടോ? അവരുടെ മാല കണ്ടോ? ഒരു 6-7 പവൻ കാണും ഒരു മാല. അവരുടെ മാല ഇങ്ങനെ ബേക്കോട്ട് ഇട്ടേക്കാണ്. നല്ലൊരു ചെറിയൊരു താലിയുമായിട്ട് മാല ഇങ്ങനെ ബേക്കോട്ട് കിടക്കുകയാണ് ഇങ്ങനെ. അപ്പം ഞാൻ റിയാസ്, അത് ഒരു വണ്ടിക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പൊടിച്ച് വലിച്ച് പറിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നതേ ഉള്ളൂ. ആ മാല മാല കൊണ്ടുപോയാലും പൊക്കിയിട്ട് ആ പെണ്ണ് അവിടെ വീണ് ചാവും. ആ വണ്ടിയാണ്, കൈവിട്ട് പോവുക, പുറകെ വരുന്ന വണ്ടി കയറും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് അവരുടെ കൂടെ പോകാൻ നമുക്കെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയി ഇവരെ രക്ഷപ്പെടുത്തണം, ഇവരെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോസ്, ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. ഞാൻ പറയുകയാണ്, എന്താ ഇവിടെ കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ റിയാസിനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മരുമോനോട് ഞാൻ പറഞ്ഞു, മരുമോൻ ശരി മാമി നമുക്ക് അങ്ങനെ പോകാൻ വന്നില്ല. വണ്ടി നേരെ കൊണ്ട് ചെന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പോൾ ഈ പെണ്ണ് പേടിച്ചുപോയി. ഇനി പിടിച്ചു ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ശരിയാണ്, നിങ്ങൾക്ക് മാലയൊക്കെ ഉണ്ട്, ശരി, നമ്മളത് സമ്മതിച്ച്. പിടിച്ചു പറിക്കാർക്ക് അത് പ്രചോദനമാക്കി കൊടുക്കാതെ ആ മാല നിങ്ങളെടുത്ത് ഇതിനുള്ളിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ എവിടെ എന്ന് നോക്കിയപ്പോൾ ആ മാല ഫുള്ളിഞ്ഞ് പുറത്തെടുക്കുക. പിടിച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് എങ്ങനെയായാലും ഒരു 5-6 ലക്ഷം രൂപ അതിൽ കിട്ടും, ആ മാലയിൽ കിട്ടും. അത്രയ്ക്കുള്ള ഒരു പിടിക്ക് പിടിച്ച, ബാക്കി ഇച്ചിരി ഇപ്പുറത്ത് കിട്ടിയാൽ ഒരു പിടിക്ക് പിടിച്ച അത്രയ്ക്കുള്ളൊരു വലിയൊരു മാലയും ഒരു താലിയും കൂടെയാണ് ഇവരുടെ കഴുത്തിൽ കിടക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ല, അത് പിടിച്ച് അകത്തിട്ട് ആരെങ്കിലും മറ്റുള്ള പിടിച്ചുപറിക്കാർക്ക് ഒരു പ്രചോദനം കൊടുക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ശരിയെന്ന് പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് മാല പിടിച്ചു അകത്തിട്ടു. എന്തിനാണ്? അവർക്കുണ്ട്, ശരിയാണ്, എന്തിനാണത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഈ പിടിച്ചുപറിക്കാർക്ക് അല്ലാത്തവർക്കൊക്കെ ഒരു പ്രചോദനം എന്തിനാണ് അവർ കൊടുക്കുന്നത്? അങ്ങനെ പിന്നെ അവർ മാല പിടിച്ച് അകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ അവരങ്ങ് പോയി. കാരണം നമ്മൾ ഈ കള്ളന്മാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അയ്യോ അത് കള്ളന്മാരുണ്ടേ, പിടിച്ചു പറിച്ചേ, കൊണ്ടുപോയി തട്ടിച്ചു കൊണ്ടേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഹായ്, അത്ര പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പുട്ടും പഴവും കിട്ടി. ഇന്നത്തെ ആഹാരമാണ് പുട്ടും പഴവുമാണ് കേട്ടോ. കൂട്ടുകാരെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുക്കരുത്. നമുക്ക് സ്വത്തും മുതലും ഉണ്ടെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ച് വെച്ചോ. നിങ്ങളെന്തിനെ പുറത്തിറങ്ങി ആളുകളെ കാണിക്കുന്നു, എനിക്ക് ഇതൊക്കെ ഉണ്ട്, അതാ എൻ്റെത് കണ്ടോ, വേണം നീ പിടിച്ച് പറിച്ചുകൊണ്ട് വെക്കുമോ? പക്ഷേ ഇത് പിടിച്ചു പറിക്കാൻ വരുന്ന അവൻ പിടിച്ചുപറിക്കാരനുമാകും, അവനൊരു കള്ളനാകും, അവനൊരു കൊലപാതകിയാകും. കാരണം ഇത് ഇങ്ങനെ പിടിച്ച് വണ്ടി നിങ്ങളങ്ങനെ പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഈ മാല ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതിന് നിങ്ങൾ വന്ന് വീഴും. ഉറപ്പായിട്ടും ആ ശക്തി കൊണ്ട് വണ്ടി കൈവിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ വന്ന് റോട്ടിൽ വീഴുകയും തലയടിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളായിട്ട് ഈ പിടിച്ചുപറിക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്.
ഞാൻ ഒരു കാട്ടിനകത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും എന്നെ കടിക്കുന്നുണ്ടോയെന്ന് നോക്കി. കാലിലെന്തോ ഒരു തട്ടിയതുപോലെ ഒരു തോന്നൽ കേട്ടോ. എന്താണെന്നറിയാൻ വയ്യ. നല്ല പൂക്കൾ, ഈ പൂക്കളൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കൾ. എനിക്ക് കണ്ടിട്ടും ഈ പൂക്കളുടെ കൊതി അങ്ങോട്ട് തീരുന്നില്ല. അങ്ങനെ ഇങ്ങോട്ടൊന്ന് കയറി തന്നെ. എന്തായാലും എല്ലാ പാമ്പോ പുഴുവോ എടുത്തിട്ട് കടിക്കാതെ ഞാൻ എങ്ങനെ സ്വന്തം വീട്ടിലോട്ട് വരും. ഒരു കോള് വന്നു, അപ്പോൾ ആ കോള് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മറ്റൊന്നിൻ്റെ ഒരു കടി കേൾക്കാതെ ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് പോട്ടെ. അല്ലെങ്കിൽ കാരണം ചിത്രശലഭങ്ങളും ഈ പൂക്കളും ഒക്കെ കാണുമ്പോൾ നല്ല രസം, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. എന്തായാലും മഴയും സമയമൊക്കെ മാന്യമായിട്ട് വീട്ടിനകത്തിരുന്ന് വീഡിയോ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളായിട്ട് ആർക്കും പ്രചോദനം ഒരുക്കി കൊടുക്കാതെ എല്ലാവരും സൂക്ഷിക്കുക. അവനവൻ്റെ സ്വത്തും മുതലും പണം ഉണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഇരിക്കട്ടെ. എന്നിട്ട് അയ്യോ എൻ്റെത് കൊണ്ടുപോയി, പിടിച്ചു പറിച്ചുകൊണ്ട് പോയി, കള്ളന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അതോടുകൂടി പോകും. നമ്മൾ എത്ര സമ്പാദിച്ചുണ്ടാക്കിയ ഉണ്ടാക്കിയതും മുതലും എല്ലാം അതോടുകൂടി പോകും. എന്തിനാണല്ലേ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവർ കൊണ്ടുപോയി തിന്നുന്നത്? അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ വീട്ടിൽ വന്ന് കയറി എൻ്റെ പൊന്നു കൂട്ടുകാരെ. ഞാൻ അവിടെ പോയി എന്നിട്ട് ഓരോന്നിനും കടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വീട്ടിൽ വന്ന് കയറി ഇവിടെ വന്നിരിക്കുകയാണ്. ലൈവൊന്നും അല്ല ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലൈവ് ഇടുന്നില്ല. കാരണം വല്ലപ്പോഴും ഒരു നേരം അങ്ങനെ ലൈവ് ഇടുന്നുള്ളൂ. എപ്പോഴും ലൈവ് ഇട്ടിട്ട് എന്താ പറയുക, ലൈവ് ഇട്ട് നമ്മൾ ലൈവ് ഇടുന്നതിനെ കുറിച്ച് ഇപ്പോൾ എൻ്റെ മോള് ചോദിച്ചപ്പോൾ ഞാൻ പറയുകയാണ്. എൻ്റെ പൊന്നു കൂട്ടുകാർ, ലൈവ് ഇടണ്ട എന്നല്ല, ലൈവ് ഇടുന്നതൊക്കെ നല്ലതാണ്. നമുക്കത് മണിക്കൂർ കയറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് എനിക്ക് കുറേ മണിക്കൂറൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ സൂപ്പർ ചാറ്റും പ്രതീക്ഷിച്ച് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്കൊന്നേ അവരോട് പറയാനുള്ളൂ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ മറ്റുള്ളവരുടെ സൂപ്പർ ചാറ്റ് കിട്ടും, മറ്റുള്ളവർ അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. എന്തിനാണത്? നമുക്ക് നമ്മുടേതായ സ്വന്തം കണ്ടൻറ്റിൽ നമ്മൾ കയറി വരിക. എനിക്ക് സത്യം എനിക്ക് കണ്ടൻറ്റ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് നമുക്ക് കിട്ടും. പോവുക, ഇറങ്ങുക, വെളിയിലേക്ക് ഇറങ്ങുക. കാരണം ഓരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം സംഭവങ്ങളുണ്ട്, ഓരോ സംഭവങ്ങളും പിടിച്ച് നിങ്ങൾ കണ്ടൻറ്റ് ഇടുക. ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നമുക്ക് ഇറങ്ങണം. ഞാൻ പിന്നെ ഒന്നിനും ഇറങ്ങാറൊന്നുമില്ല കേട്ടോ. ഒന്നിനും ഇറങ്ങാറില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം ഇച്ചിരി ഇതാണ്. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകും. അള്ളാഹുവില്ലേ നമുക്കൊപ്പം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമൊക്കെ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളതിന് ടെൻഷൻ അടിക്കണം. കുറേ നാളായി ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഈയിടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെ കിട്ടിയ അനുഭവം എനിക്ക് വല്ലാതെ തന്നെ വേദനപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. അതോടുകൂടി മനസ്സ് വെറുത്തുപോയി. ഒരു വീട്ടിലും പോയി പണ്ടേ ഞാൻ ജോലി ചെയ്ത് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബകഥയിലൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവിത അനുഭവ കഥയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. ഒത്രമേലും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് പോലും ഞാൻ ഓരോ വീട്ടുകളിലൊക്കെ ജോലി ചെയ്തു. എനിക്ക് ഇത്ര പോലുള്ള ഒരു അനുഭവം ഒന്നും എങ്ങൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കുറേ ആളുകൾ നല്ലവരാണ്, കുറേ ആളുകൾ ചീത്തയാണ്. പക്ഷേ എന്നാലും പിന്നെ കൂടുതലും നല്ലവരായിട്ടാണ്. തുച്ഛമായ ചില വീടുകളേ ഉള്ളൂ മോശമായിട്ട്. പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് വെച്ചാൽ മലപ്പുറംകാർ, എൻ്റെ റബ്ബെ എന്ത് നല്ല ആളുകളാണ്. ചിലത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരെണ്ണം കിട്ടിയിരിക്കും അങ്ങനെ കേട്ടോ. ചിലക്ക് ഇടയ്ക്ക് ഒരെണ്ണം കാണേ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഉള്ള ആളുകൾ. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിന് നമ്മൾ അവരുടെ വായിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണം ഇറങ്ങണ്ടേ, അത് കഴിക്കണ്ടേ എന്നുള്ളൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അവർ നമ്മുടെ മുന്നിൽ ഭക്ഷണം വെച്ച് നീട്ടിയിട്ട് അവർ നമ്മളെ കുറ്റവും കൂടെ പറയുമ്പം, ഒരു ആഹാരം തന്നിട്ട് അതിന് കുറ്റം പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാൻ തോന്നുന്നു നമുക്ക്. സത്യമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോണം കേട്ടോ. ആ ആഹാരം നമുക്കെടുത്ത് വാരി കഴിക്കാൻ നമുക്ക് മനസ്സിലാവും, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പക്ഷേ ഭക്ഷണത്തിന് മുന്നേ ഇരുന്ന് കരയാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഗതികെട്ടുകൊണ്ടാണ് അവരുടെ ആ ഭക്ഷണം നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ആഹാരം കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സോടെ, സംതൃപ്തിയോടുകൂടെ, നല്ല മനസ്സോടുകൂടി കൊടുക്കും. പടച്ച റബ്ബിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് എനിക്കിപ്പോൾ വല്ലവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ ഒരു ആരുടെ വീട്ടിൽ പോയി നമുക്ക് ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തൊന്നും കഴിക്കത്തില്ല. നമുക്ക് അവർ തരുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നമുക്ക് തന്നല്ലേ നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊക്കെ അങ്ങനെ ആരുടെയും വീട്ടിൽ പോയി ഒരു ഭക്ഷണം എടുത്തൊന്നും കഴിക്കത്തില്ല. അവർ പോയി എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും ഭക്ഷണം എടുത്തല്ലേ നമ്മളെ കയ്യിൽ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കാം. അൽഹംദുലില്ലാ, അവർ സന്തോഷത്തോടെ തന്ന ഭക്ഷണമാണ്. പിന്നെ മനസ്സിൽ പ്രാഗിയും ബുദ്ധിമുട്ടിയൊക്കെ തരുന്ന ഭക്ഷണത്തിന് ഒരു ബറക്കത്തും ഉണ്ടാവില്ല.
അതൊക്കെ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു വേദനപ്പെടുത്തുന്ന ഒരു ഇതായതുകൊണ്ട് എനിക്ക് പോകാൻ തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. പിന്നെ ചിലരൊക്കെ നല്ല എനിക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് കൊടുക്കുക, ഇത്താക്ക് കൊടുക്കുക, ഇത്താക്ക് ആഹാരം കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന നല്ല ആളുകളും ഉണ്ടാകും വീട്ടിൽ. പോകുന്ന വീട്ടിൽ ചില നല്ല ആളുകളും ഉണ്ടാകും കേട്ടോ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില വീട്ടിൽ മാത്രമേ ചിലരങ്ങനെ കാണിക്കുള്ളൂ. ചിലരൊക്കെ നല്ലവരാണ്. അൽഹംദുലില്ലാ, എല്ലാവർക്കും നല്ല മനസ്സ് തോന്നട്ടെ. ഏത് ജീവജാലങ്ങൾക്കാണെങ്കിൽ ആഹാരമൊക്കെ കൊടുക്കാനും ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കാൻ നല്ല മനസ്സ് തോന്നിക്കട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു പൂച്ച വല്ലാതെ നടക്കുന്നു. ആ പൂച്ചയ്ക്ക് എന്താ പറ്റിയെന്നാണ് നോക്കുന്നത്. കൂട്ടുകാരെ, ഇതെൻ്റെ മോള് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കേട്ടോ. ഒരു വാടക ഒരു ഷീറ്റിട്ടൊരു വീടാണ് ഇതെൻ്റെ കേട്ടോതാ. ഇതേപോലെ ഒരു ഷീറ്റിട്ട ഒരു വീടാണ്, ഒരു വാടക വീട്. ഈ പെയിൻറ്റിങ്ങൊക്കെ എൻ്റെ മോള് സ്വന്തമായിട്ട് ചെയ്ത പെയിൻറ്റിങ്ങൊക്കെ കേട്ടോ. നല്ല രസമല്ലേ? അവളെ സ്വന്തം ഡിസൈനാണ് ഈ പെയിൻറ്റിങ്ങൊക്കെ. ഇതൊക്കെ ഇങ്ങനെ വരച്ചും ചെയ്ത് വെച്ചൊക്കെ എൻ്റെ മോള് ഫ്രണ്ട് ഓഫ് ജിൻ എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര്. എല്ലാവരും നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവളുടെ ചാനലിനെ കേട്ടോ. നമുക്ക് കാരണം അവൾ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്ന ബുദ്ധിമുട്ട് അവളെ ഭർത്താവ് കൊണ്ട് കൊടുക്കുകയോ നോക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ കയ്യിലൊരു പിടിയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അത് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുടെ സാധനങ്ങൾ അത് ഇത് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ വേണം. അപ്പോൾ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിന് ഫ്രണ്ട് ഓഫ് ജിൻ എന്നാണ്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് അവൾ മുന്നോട്ടൊന്ന് കയറി വരട്ടെ. ഇപ്പോൾ ചാനലുണ്ട്, പക്ഷെ കൊച്ചുങ്ങളെന്താ കരയുന്നേ നോക്കിക്കണേ. അപ്പോൾ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെയൊക്കെ നല്ല കഴിവുകളുള്ള മോളാണ് കണ്ടത്. ഈ പെയിൻറ്റിങ്ങൊക്കെ കണ്ട എത്ര മനോഹരമായിട്ട് അവൾ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ചുവരിൽ ഒത്തിരി ചുവർ ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്യും അവൾ. പക്ഷെ അതൊക്കെ ചെയ്ത് തന്നെ അവൾക്ക് മുന്നോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് ഇത് എവിടെ കൊടുക്കും, എവിടെ കാണിക്കും, എന്ത് ചെയ്യണം, എവിടെ കൊടുക്കണം എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയും ഉണ്ട് നമുക്ക് കേട്ടോ. എന്നാൽ ഓൺലൈൻ വഴിയൊക്കെ വിൽക്കണമെന്ന് വെച്ചാൽ അതിനൊക്കെ ഇനി ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹവുമുണ്ട്. തുണിയുടെ ബിസിനസ് ആണെങ്കിലും നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം. എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ എല്ലാം നല്ല മനസ്സോടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ചാനലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾക്ക് പണം ഒന്നും കൊടുത്ത് സഹായിക്കാൻ നമ്മളിൽ ഉണ്ടാവില്ല. അതെനിക്കറിയാം. എല്ലാവരുടെ കയ്യിലും ഒത്തിരി പണമോ സ്വത്തും മുതലോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾക്ക് കൊടുത്ത് സഹായിക്കാൻ ചിലപ്പോൾ നമുക്ക് മനസ്സുണ്ടാവും, പക്ഷെ അത് കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലാതെ വരും. അപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു സഹായമാണ് ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചങ്കൂട്ടരെ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് ഓഫ് ജിൻ എന്ന് പറഞ്ഞ എൻ്റെ മോളെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതൊന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എല്ലാവരും, എല്ലാ ചങ്കു കൂട്ടുകാരും, ഇത് കാണുന്നവരെല്ലാവരും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റബ്ബെ നിൻ്റെ അനുഗ്രഹം നീ ചൊരിയണ റബ്ബെ. അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നിൻ്റെ റാഹത്ത് കൊടുക്കണേ അല്ലാ, നിൻ്റെ അനുഗ്രഹം കൊടുക്കണേ. ഈ അർഹം റാഹിമായ റബ്ബെ. അള്ളാഹു നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ആരോടും ചോദിക്കാനില്ല റബ്ബെ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല റബ്ബെ. അള്ളാഹു ഈ ദുനിയാവിലുള്ള സകല ജീവജാലങ്ങൾക്കും നിൻ്റെ ഐശ്വര്യം വർക്കത്തും കൊടുക്കണ റബ്ബെ. നിൻ്റെ കരുണയും കാരുണ്യവും ഉണ്ടാകണ ഈ അർഹം റാഹിമായ റബ്ബെ. അള്ളാഹുവേ അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എല്ലാവർക്കും അള്ളാൻ്റെ അനുഗ്രഹം. ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.